ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് കർവ് ആണ്. കർവിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. ലെങ്ത് ഓഫ് ദ കർവ് എന്താ, ടാൻജൻ ലെങ്ത് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. സോ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇപ്പം പ്രോബ്ലത്തിൻ്റെ അകത്ത് ലെങ്ത് ഓഫ് ദി കർവ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇതാണ് ഫോർമുല. അതേപോലെ ടാൻജൻ ലെങ്ത്, ലെങ്ത് ഓഫ് ലോങ് കോഡ്, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ്, മിഡ് ഓർഡിനേറ്റ്, ഈ 5 ഇതിലുള്ള ഫോർമുലാസ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, T1 T2 ഉണ്ട്, B ഉണ്ട്. ദാറ്റ് ഇസ് എന്ന് നമ്മൾ വന്നു, ഒരു കേർവ് എടുത്തു, ബിയിലോട്ട് പോയി അല്ലേ. T1 T2 ഉണ്ട് അല്ലേ. പിന്നെ എന്തുണ്ട്, നമുക്ക് വേർട്ടെക്സ് പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ആംഗിൾ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്, സെയിം ഡെൽറ്റ/2. സോ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെങ്ത് ഓഫ് ദ കർവ്. എന്താണ് ലെങ്ത് ഓഫ് ദ കർവ്? ഇതാണ് അല്ലേ. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് T1 C T2 = R ഡെൽറ്റ. എങ്ങനെയാണ് ഇത് വന്നത് നോക്കാം. നമ്മൾ ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുമ്പോൾ ഈ T1 C T2 ആണ് ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് അല്ലേ. T1 C T2 ആണ്. ദാറ്റ് ഈസ് ഈ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ എന്തേ അറിയുള്ളൂ, നമുക്ക് ഇത് റേഡിയസ് ആണെന്ന് അറിയാം, ഇത് ആറാണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് റേഡിയസ് ആണെന്ന് അറിയാം. പിന്നെ എന്തറിയാം, ഇത് ഡെൽറ്റ/2 ആണ്, ഇതും ഡെൽറ്റ/2 ആണ്. സോ ഇതിനെ ഡെൽറ്റ എന്നെടുത്തൂടെ. സോ ദാറ്റ് ഇസ് ഡെൽറ്റ. അങ്ങനെയാണ് നമുക്ക് T1 C T2 = R ഡെൽറ്റ എന്ന് കിട്ടിയത്. എന്താണ് T1 C T2, ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് ദി കോഡ് = R ഡെൽറ്റ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി കോഡ് കിട്ടിയത്. അടുത്തത് ടാൻജൻ ലെങ്ത്. ടാൻജൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, T1 V അല്ലേ. T1 V എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ B T2 എന്ന് പറയുന്നതാണ് എന്ത്, ടാൻജൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ടാൻജൻ ലെങ്ത്തിൻ്റെ ഫോർമുലയിലേക്ക് എങ്ങനെ എത്തിയതെന്ന് വെച്ചാൽ, നമ്മൾ B T1 O ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് എന്താണ് B T1 O അല്ലേ. ഇത് കൺസിഡർ ചെയ്യുമ്പം നമുക്കറിയാം tan ഡെൽറ്റ/2. tan ഡെൽറ്റ/2 tan ഡെൽറ്റ/2 എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം എന്താ വരിക, T1 V ആണ് ഓപ്പോസിറ്റ്, T1 V. ദാറ്റ് ഈസ് T1 V ഡിവൈഡഡ് ബൈ R. ഇതാണ് R, അഡ്ജസൻ്റ് സൈഡ്. ഓക്കെ, T1 V ഡിവൈഡഡ് ബൈ R = tan ഡെൽറ്റ/2. നമുക്ക് എന്താ വേണ്ടത്, T1 V ആണ് അല്ലേ. ഇതാണ് ടാൻജൻ ഡിസ്റ്റൻസ് അല്ലേ. T1 V വേണം. ദാറ്റ് ഈസ് T1 V = R tan ഡെൽറ്റ/2. അതാണ് കിട്ടിയത്. T1 V = R tan ഡെൽറ്റ/2. ഓക്കെ ആണോ? നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സൈൻ തീറ്റ? എന്താണ് സൈൻ തീറ്റ? എന്താണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇത്രയും അറിഞ്ഞിരിക്കണേ. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ. ഇങ്ങനെയാണ് എന്ത് കിട്ടിയത്, നമുക്ക് ടാൻജൻ ലെങ്ത് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെങ്ത് ഓഫ് ലോങ് കോഡാണ്. ലെങ്ത് ഓഫ് ലോങ് കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് ലെങ്ത് ഓഫ്, ഇതാണ് ലോങ് കോഡ് അല്ലേ. സോ ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ലെങ്ത് ഓഫ് ലോങ് കോഡിന് നമുക്ക് എന്തുണ്ട്, നമുക്ക് T1 എന്താണ്, T1 T2 ആണ് എന്ത്, ലെങ്ത് ഓഫ് ലോങ് കോഡ്. ഇത് കണ്ടുപിടിക്കണം അല്ലേ. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. ഈ ഡിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിഞ്ഞൂടെ. 2 × ദിസ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. 2 T1 ഇതെന്താ D, 2 T1 D തന്നെയായിരിക്കും എന്ത്, T1 T2 എന്ന് പറയുന്നത് അല്ലേ. എന്താണത്, ദാറ്റ് ഈസ് T1 T2 ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് T1 D
ഒ എന്താണ് T1DO നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സൈൻ Δ/2 ഈക്വൽ ടു എന്താണ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈക്വൽ ടു T1D. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്? T1D അല്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? R അല്ലേ. ഹൈപ്പോട്ടന്യൂസ് R ആണ്, ഓപ്പോസിറ്റ് T1D ആണ്. ദാറ്റ് ഈസ് T1D ഡിവൈഡഡ് ബൈ R. ദാറ്റ് ഈസ് നമുക്ക് എന്താ വേണ്ടത്? T1D അല്ലേ വേണ്ടത്. ദാറ്റ് ഈസ് T1D ഈക്വൽ ടു R സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2. T1D R സൈൻ, ഇത് R സൈൻ Δ/2 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇതും R സൈൻ Δ/2 ആയിരിക്കും. അങ്ങനെയാണ് T1D ഈക്വൽ ടു 2R സൈൻ Δ/2 എന്ന് കിട്ടിയത്. ഓക്കെ, എന്താണ് ഫോർമുല? L ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് L ആണ്. L ഈക്വൽ ടു 2R സൈൻ Δ/2. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് ആണ്. എന്താണ് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഈ കോഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് വേർട്ടെക്സ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി അതെങ്ങനെ ഫോർമുല വന്ന് നോക്കാം. നമുക്കറിയാം ഈ വി സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബി ഒയിൽ നിന്ന് ഒ സി മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് വി സി കിട്ടും. ഇങ്ങനെ വി ഒയിൽ നിന്ന് സി ഒ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി സി കിട്ടും അല്ലേ. അതെഴുതാം. വി സി ഈക്വൽ ടു എന്താണ്? വി ഒ മൈനസ് ഒ സി അല്ലേ. വി ഒ മൈനസ് ഒ സി ദാറ്റ് ഈസ് നമ്മൾ കോസ് Δ/2 ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ വി ഒ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വി ഒ എന്ന് പറയുന്നത്? വി ഒ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ കോസ് Δ/2. ഓക്കെ ആണല്ലോ. വി ഒ എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ കോസ് Δ/2. ഓക്കെ, ദാറ്റ് ഈസ് കോസ് എന്താണ്? കോസ് Δ/2 നമുക്ക് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് വി ഒ എന്ന് എടുക്കുമ്പോൾ ആർ ഡിവൈഡഡ് ബൈ കോസ് Δ/2. ഇനി നമുക്ക് എന്തറിയാം? ഒ സി എന്താണെന്ന് അറിയാം അല്ലേ. എന്താണ് ഒ സി എന്ന് പറയുന്നത്? ഒ സി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു വി ഒ മൈനസ് ഒ സി ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ കോസ് Δ/2 മൈനസ് ആർ. അപ്പം ഇവിടെ നമുക്ക് ആർ ഇൻറ്റു 1/cos Δ/2 എന്താണ്? സീക് Δ/2 ആണ് അല്ലേ. സീക് Δ/2 മൈനസ് ആർ. ഇങ്ങനെ എടുത്തൂടെ? പി സി ഈക്വൽ ടു സീക് ആർ സീക് Δ/2 മൈനസ് ആർ. ഈ ആർ അങ്ങനെ തന്നെ വെച്ചു. 1/cos Δ/2 നമുക്ക് സീക് Δ/2 എന്ന് എടുത്തു. അതാണ് ഫോർമുല. സി വി ഈക്വൽ ടു ആർ സീക് Δ/2 മൈനസ് ആർ. അതാണ് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് കിട്ടാനുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് മിഡ് പോയിന്റ് കിട്ടാനുള്ളത്. മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ T1 T2 അല്ലെ, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഡി അല്ലെ. അതേപോലെ കോഡിന്റെ മിഡ് പോയിന്റ് ആണ് സി. ഈ സിയും ഡിയും സിയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് എം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മിഡ് ഓർഡിനേറ്റ്. മിഡ് ഓർഡിനേറ്റിന് രണ്ട് ഫോർമുല വരുന്നുണ്ട്. ഒന്ന് എന്താണ്? എം ഈക്വൽ ടു ആർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് L/2 ദ ഹോൾ സ്ക്വയർ. മറ്റേത് എം ഈക്വൽ ടു ആർ മൈനസ് ആർ കോസ് Δ/2. ഇതിൽ ഈ ഒരു ഫോർമുലയാണ് അധികം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഫോർമുലയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ആ ഫോർമുലയിലേക്ക് എങ്ങനെ എത്തിയത് നോക്കാം. നമുക്കറിയാം എം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഈ ഡി സി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒ സി മൈനസ് ഒ ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സി കിട്ടും. അതാണ് നമ്മൾ എഴുതുന്നത്. എം ഈക്വൽ ടു ഒ സി മൈനസ് ഒ ഡി ദാറ്റ് ഇസ് എം ഈക്വൽ ടു ആർ മൈനസ് ഒ ഡി. ഒ സി എന്ന് പറയുന്നത് എന്താണ്? ആറാണ്, റേഡിയസ് ആണ് അല്ലേ. ആർ മൈനസ് ഒ ഡി. ഇപ്പം നമ്മൾ അതേപോലെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
T1 D അല്ലെങ്കിൽ T1 DO ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർ T1 DO ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ DO ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് ദാറ്റ് ഈസ് T1 DO ആണല്ലോ. അപ്പം DO കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ R സ്ക്വയർ മൈനസ് ഇതെന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ് അല്ലെ, ലെങ്ത് ഓഫ് ദി കോഡാണ് L ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് L/2 ആയിക്കൂടെ, ഇത് L/2 ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് എന്താണ് L/2 ദ ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയോ? DO എന്ന് പറയുന്നത് എന്താണ്? DO എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്തതാണ്. ദാറ്റ് ഈസ് DO ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്യുമ്പോൾ R സ്ക്വയർ മൈനസ് L/2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് M ഈക്വൽ ടു എന്താണ് OC എന്താണ്? OC എന്ന് പറയുന്നത് R ആണ്. R മൈനസ് റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് L/2 ദ ഹോൾ സ്ക്വയർ. അതാണ് ഫസ്റ്റ് ഫോർമുല. ഇനി നമുക്ക് അങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം നേരത്തെ ചെയ്ത മാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോസ് Δ/2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് കോസ് Δ/2 ഈക്വൽ ടു OD. എന്താണ് OD ഡിവൈഡഡ് ബൈ R. OD ഡിവൈഡഡ് ബൈ R ദാറ്റ് ഈസ് എന്താണ് OD എന്താണ് R കോസ് Δ/2. അതാണ് ഈ ഫോർമുല. ഓക്കെ, ഇതാണ് OD. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, OD കിട്ടിക്കഴിഞ്ഞാൽ OCയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് M ഈക്വൽ ടു OC മൈനസ് OD ദാറ്റ് ഈസ് R മൈനസ് R കോസ് Δ/2. ഓക്കെ, ഈ രണ്ട് ഫോർമുലാസാണ്, അങ്ങനെയാണ് കിട്ടിയത്. എന്താണെന്ന് മനസ്സിലായല്ലോ? ലെങ്ത് ഓഫ് ദ കർവ് ഉണ്ട്, ടാൻജൻ ലെങ്ത് ഉണ്ട്, പിന്നെന്താണ് ലെങ്ത് ഓഫ് ലോങ് കോഡ് ഉണ്ട്, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ മിഡ് ഓർഡിനേറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഫോർമുല കിട്ടിയത്. ഓക്കെ.